ഹലോ മക്കളെ, നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് പല പല ഡൗട്ട്സുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഡൗട്ട്സുകൾക്ക് എന്ത് ചെയ്യുന്ന ഒരു മറുപടി ആയിട്ട് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാൻ പിക്ക് ചെയ്തിട്ട് അതിനുള്ള മറുപടി ആയിട്ടാണ് എനിക്കും എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ കാര്യമൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എന്ത് ചെയ്യാം വിവരിച്ച് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കമന്റ് സെക്ഷനിൽ പോകാം. നമ്മുടെ അലോട്ട്മെന്റിൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ഓൾസോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എന്ത് ചെയ്തിട്ടില്ല സീറ്റ് ലഭിക്കാത്ത കുട്ടികൾക്കും എന്ത് ചെയ്യാം സെക്കൻഡ് അലോട്ട്മെന്റിലും ഫർദർ അലോട്ട്മെന്റ്സിലും ഒക്കെ എന്ത് ചെയ്യാം നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് സീറ്റ് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യത്തില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. ഇനി രണ്ടാമതായിട്ട് കുട്ടികൾക്ക് വരുന്ന ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു, സീറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സീറ്റ് അപ്ഗ്രേഡ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഫീ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ വേറൊരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഫീ പേയ്മെന്റ് ചെയ്യണോ, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഫീ പേയ്മെന്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ഫീ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു വൺ ടൈം ഫീ പേയ്മെന്റ് മാത്രമാണുള്ളത്. വൺ ടൈം നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫീ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ആ സീറ്റ് ഫ്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുള്ള ഈ വർഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സീറ്റ് ലഭിച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ അലോട്ട്മെന്റിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഫ്രീസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇതാണ് പുതിയതായിട്ട് ഈ വർഷം അവർ ചെയ്ത ഒരു അപ്ഡേറ്റ്. കഴിഞ്ഞ വർഷം ഇങ്ങനെ അല്ലായിരുന്നു. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു, നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് വേറെ സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സീറ്റ് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ അവരെന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഈ വർഷം ലാസ്റ്റ് 4th റൗണ്ട് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. അപ്ഗ്രേഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സീറ്റിന് ലഭിച്ചിട്ടില്ല എങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഫസ്റ്റ് കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സീറ്റിൽ ഏതെങ്കിലും ഒരു റൗണ്ടിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യും, വീണ്ടും അപ്ഗ്രേഡും ഫ്രീസിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ആയിട്ടില്ല എങ്കിൽ ആ കുട്ടികൾ എന്ത് ചെയ്യണമെന്നാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക് വരുന്ന അടുത്ത ഡൗട്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷനിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് അവിടെ മാർക്ക് ഫോർ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുത്ത അതേ ഓപ്ഷൻ എന്ത് ചെയ്യും അവിടെ കാണാൻ കഴിയും. മാർക്ക് ഫോർ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ എഴുതി കാണിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എന്ത് ചെയ്യും, അപ്ഗ്രേഡ് ആയി പോയിക്കോളും. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓൾസോ ഒരു കാര്യം കൂടെ, പുതിയതായിട്ട് ഈ സെക്കൻഡ് റൗണ്ടിൽ പുതിയതായിട്ട് കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കുട്ടികൾ എന്തൊക്കെ പ്രോസസ്സുകളാണോ ചെയ്തത് അത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങളുടെ വെറിഫിക്കേഷൻ ഇന്നത്തോടെ എന്തെങ്കിലും സ്റ്റാർട്ടാകും. നിങ്ങളുടെ വെറിഫിക്കേഷൻ എന്തെങ്കിലും സ്റ്റാർട്ടായതിനു ശേഷം അവിടെ മുകളിൽ ഡാഷ്ബോർഡിൽ വെരിഫൈഡ് എന്ന് കാണിക്കും. അങ്ങനെ വെരിഫൈഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. ആ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അപ്ഗ്രേഡേഷനും അതേപോലെ തന്നെ ഫ്രീസും പിന്നെ ക്യാൻസലും, ഇങ്ങനെ 3 ഓപ്ഷൻസ് വരിക. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ സ്വാഭാവികമായിട്ടും ക്യാൻസൽ ചെയ്യാനല്ലല്ലോ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഒന്നിൽ അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സീറ്റ് ഫ്രീസ് ചെയ്യാനായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ഗ്രേഡ് ചെയ്യുക, ഫ്രീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യുക. അപ്ഗ്രേഡ് ചെയ്യുന്നവർ വീണ്ടും ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുകളിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ പോകാൻ താല്പര്യമില്ലാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് പിന്നെയും അതിനെക്കാട്ടും കുഴപ്പമില്ലാത്ത കോളേജ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ ഫ്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മുകളിലുള്ള ഏത് കോളേജ് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും. അതിന് മുകളിലോട്ട് വീണ്ടും ഹയർ ഓപ്ഷൻ വയ്ക്കാം. തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതിന് ശേഷം അതൊന്നും വീണ്ടും ഹയർ ഓപ്ഷൻ വയ്ക്കാം. പക്ഷേ ഹയർ ഓപ്ഷൻ വന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ കിട്ടിയ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജിലോട്ട് പോകേണ്ടി വരും. സോ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ കമൻസിലോട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കമൻറ്റ് കിടക്കുന്നത്, സോ എനിക്ക് കീമിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പിന്നെയും രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികളാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട്, പക്ഷേ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ റാങ്കിനനുസരിച്ച് അവർ എടുത്തിട്ടുണ്ടാവില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളാം, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വെളിയിലുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് ഓൾമോസ്റ്റ് 6000 റാങ്ക് വരെ OBCയും EWSനൊക്കെ ഓൾമോസ്റ്റ് 6000 വരെ കയറിയിട്ടുണ്ട്. അതേസമയം കേരളത്തിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് 400 സംതിങ് ആണ് ജനറൽ കാറ്റഗറിക്ക് കയറിയിട്ടുള്ളത്. ഓക്കെ, SC/ST ആണെങ്കിൽ 200 സംതിങ് റാങ്ക് വരെ, കാറ്റഗറി റാങ്ക് 200, അതായത് അവരുടെ ഓവറോൾ റാങ്ക് സംതിങ് 6000 7000 8000 സംതിങ് വരുന്നുണ്ട് അവരുടെ ഓവറോൾ റാങ്ക്. അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഓക്കെ,
ജസ്റ്റ് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ എത്ര കയറിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഓൾമോസ്റ്റ് 1200 വരെയാണ് ജനറൽ കാറ്റഗറിക്ക് കയറിയിട്ടുള്ളത്. 1900 വരെ 2000 അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ EWSനും OBCക്കൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് ചോദിക്കുന്നത് കുട്ടികൾ കർണാടക നമ്മുടെ US ബാംഗ്ലൂരാണ്. US ബാംഗ്ലൂരുടെ കാര്യവും നമുക്ക് ഇതേപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് ഓൾമോസ്റ്റ് 900 to 1000 വരെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ട് ജനറൽ കാറ്റഗറിക്ക് കയറിയിട്ടുള്ളത്. അതിൽ കൂടുതൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം ഞാൻ പറയുന്ന ഡേറ്റാസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി കയറിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്ത് ചെയ്തില്ല, മറ്റുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സോ അങ്ങനെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാം. ഓക്കെ, അതേപോലെ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ബാംഗ്ലൂരിൽ ജനറൽ കാറ്റഗറി ഓൾമോസ്റ്റ് 1000 സംതിങ് 1000 അടുപ്പിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത് ജനറൽ കാറ്റഗറി കയറിയിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രൊഫസർ ജയശങ്കർ തെലങ്കാന, അതേപോലെ ആന്ധ്ര, ഈ 2 യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3000 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി നിങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമുക്ക് പലപ്പോഴും നമ്മൾ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് റാങ്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് വെക്കേണ്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ യൂണിവേഴ്സിറ്റീസ് വെച്ചിട്ടുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് 4000 5000 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്കിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഓൾസോ ഒരു കാര്യം കൂടെ പറയാനുള്ള, റാങ്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ CET 2025 അഡ്മിഷൻ പ്രോസസ്സുകൾ കണ്ടിന്യൂ ആണ്, അതായത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷന് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം അതനുസരിച്ചിട്ടായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ ആ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സുകളിലോട്ട് നിങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഉടനെ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കമൻറ്റ് വന്നിരിക്കുന്നത്, സർ എനിക്ക് കീമിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഓക്കെ, ഈ കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു അല്ലേ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൺഫേമും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓർക്ക് നമ്മൾ കീമിലാണ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്നത്, കീമിൽ സെപ്പറേറ്റ് അലൈഡിന് വേണ്ടി കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കീമിൽ കൺഫേം ആവത്തുള്ളൂ എന്ന കാര്യം ഞാൻ എന്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് അതാ നമ്മുടെ കൃഷ്ണൻ ചോദിച്ചിരിക്കുകയാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ NDRI കർണൽ കിട്ടി, ബട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ BSc അഗ്രികൾച്ചർ കിട്ടണമെങ്കിൽ ഫീ അടയ്ക്കണം. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ലൂബ്നേക്ക് ചോദിച്ചിരിക്കുകയാണ്, സർ ജനറൽ റാങ്ക് 3252 KU കിട്ടുമോ? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി 3252 ജനറൽ കാറ്റഗറി കിട്ടത്തില്ല കേട്ടോ. നമുക്ക് ഫിഷറീസ് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ചാൻസ് കുറവാണ്. 3252 ഫിഷറീസ് ഫോറസ്ട്രി പോലെ ഫോറസ്ട്രിക്ക് ആ ഒരൊറ്റ കോളേജ് മാത്രമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ചാൻസ് പിന്നെയും കുറയുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കുട്ടികൾ പരസ്പരം ചോദിച്ചിട്ടുള്ള കുറേ കമൻസ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ ഗായത്രി ചോദിച്ചിരിക്കുകയാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ വീണ്ടും സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കണമോ? വേണ്ട, നിങ്ങൾക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് സെക്കൻഡിൽ കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് ഗോപിക ചോദിച്ചിരിക്കുകയാണ്, സർ എന്നാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടി വരിക? നിങ്ങൾക്ക് ഫിസിക്കൽ വെറിഫിക്കേഷൻ മെയിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ മെയിലിലോട്ട് വരും. അതേപോലെ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് കിട്ടിയെന്ന് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാം. അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ നോട്ടീസ് അതിൽ അറിയിക്കും. ഓൾസോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെയിലിൽ തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാനും കഴിയും. സോ നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ വെറിഫിക്കേഷന് പോവുക. ബാക്കി ഫ്രീസ് ചെയ്യാത്തവർക്ക് ഇതേപോലെ മെയിൽ വരുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്, അപ്പം ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന കാര്യം എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, അതേപോലെ ആദിനാഥ് എനിവൺ ഗോട്ട് ബഗൽകോട്ടൊക്കെ കിട്ടിയ കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളുക. നെക്സ്റ്റ് ഹിസാർ നല്ലതാണോ? കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ് ഹിസാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത്, സർ എൻ്റെ റാങ്ക് 1408 ജനറൽ കാറ്റഗറി KUTN ഓപ്ഷൻ കൊടുത്ത് ഇതുവരെ അലോട്ട്മെൻറ്റ് ആയിട്ടില്ല, എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോഴും കേരളം എന്തായാലും ചാൻസ് കുറവാണ്. തമിഴ്നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ്
1200 വരെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ തമിഴ്നാട് കയറിയിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ജനറൽ കാറ്റഗറിക്ക്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. 1400 ആകുമ്പം ചിലപ്പോൾ തേർഡിലോ അല്ലെങ്കിൽ ഫോർത്തിലോട്ടൊക്കെ എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 900 സംതിങ് ആയിരുന്നു, എന്നിട്ട് അവിടെ നിന്ന് 1200 വരെ കയറിയിട്ടുണ്ട്. സോ തേർഡ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യും, 1400 കയറാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ വെറിഫിക്കേഷൻ അവർ മെയിൽ അയക്കുമ്പോൾ. നെക്സ്റ്റ്, സോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജനറൽ OBC എത്ര റാങ്ക് വരെ പോയിട്ടുണ്ടെന്നറിയാം. അത് നിങ്ങൾ വെച്ചിട്ടുള്ള കോളേജുകളെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, ഓരോ കോളേജ് ഇതുവരെ റാങ്ക് പോയിട്ടുണ്ടെന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, IGKV റായ്പൂർ എങ്ങനെയുണ്ട് സാർ? IGKV നല്ല കോളേജാണ് മോളെ, ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാപീഠം. അത്യാവശ്യം നല്ല തന്നെ യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടും യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടില്ല, ഫസ്റ്റ് റൗണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്തിട്ടില്ല, സെക്കൻഡ് റൗണ്ടിൽ സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, തേർഡ് റൗണ്ടിലും കിട്ടണമെന്ന് നിർബന്ധമില്ല. ശരിക്കും ഇത് എങ്ങനെയാണ്, പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മുകളിലോട്ടുള്ള ഹയർ ഓപ്ഷൻ വെച്ചിട്ടുള്ള എന്തായാലും എന്ത് ചെയ്യും, നല്ല യൂണിവേഴ്സിറ്റീസ് ആയിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മുകളിലോട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, നല്ല റാങ്കിൻ്റെ ഒരു കട്ട് ഓഫ് ആയിരിക്കും അവർ വെച്ചിരിക്കുന്നത് ആ ഒരു റൗണ്ടിലത്തേക്കും. അപ്പോൾ ആ റൗണ്ടിൽ അവർ നോക്കുമ്പോൾ ഈ കട്ട് ഓഫിന് താഴെയാണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ ഉറപ്പായിട്ടും അവർ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ ആ റൗണ്ടിൽ എടുക്കത്തില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് റൗണ്ടിലേക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് ഓപ്ഷൻ ആണ് കിട്ടിയ US ബാംഗ്ലൂരിൽ. എന്നിട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ KAU കിട്ടിയില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കുമോ തേർഡിൽ? മോനെ ഞാനത് പറഞ്ഞല്ലോ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റാങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് 600 to 700 വരെയൊക്കെ റാങ്ക് വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. KAU ജോയിൻ ചെയ്യാനുള്ള മെയിൽ വന്നിട്ടില്ല സാർ, എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്താൽ മതി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇതുവരെ ഫിസിക്കൽ വെറിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. സോ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ വെറിഫിക്കേഷൻ മെയിൽ അയക്കും. ആ സമയത്ത് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സാർ അഗ്രി ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പറ്റുമോ? അഗ്രി ക്യാഷ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൈവറ്റ് ആയിട്ടുള്ള പല കോളേജസും പല ടൈമിലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള +2ൻ്റെയും 12ൻ്റെയും മാർക്ക് ബേസിസിൽ നിങ്ങൾക്ക് ആ സമയത്ത് ജോയിൻ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫില്ലായിട്ടുണ്ട്, സീറ്റ്സൊക്കെ ഫില്ലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പോട്ടിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ CETയുടെ മാർക്സ് അവർ നോക്കും, അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് സീറ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾ പോകുന്ന എല്ലാ കോളേജസിലും സീറ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് അപ്പം ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഓൾസോ ശ്രദ്ധിക്കുക, CET 2025 റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലോട്ട് നിങ്ങൾ എൻറോൾ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഉടനെ എൻറോൾ ചെയ്തോളുക. എന്നാൽ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമായിരിക്കും CET 2025. നിങ്ങൾക്ക് അഥവാ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബാക്കി കൗൺസിലിംഗ് പ്രോസസ്സുകൾ ഇരിക്കുകയാണ്, അഥവാ കിട്ടിയാലോ എന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അഥവാ എവിടെയെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ പോകാൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, റീഫണ്ട് ചെയ്യാം. അതിലൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഒരു ഇയർ നിങ്ങൾ എന്ത് ചെയ്യുക, പാഴാക്കാതിരിക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആ സമയത്താകുമ്പോൾ അതായത് നിങ്ങൾക്ക് അഥവാ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് പോകാം. കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അത്രയും നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, വേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, എവിടെയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണാം. അതുവരെ ബൈ ബൈ.